കുറിച്ച് ആവർത്തിച്ച് മനസ്സ് ചിന്തിക്കാം. ഞാൻ ആത്മാവാണ്, ഞാൻ എത്രയോ ജന്മങ്ങൾ എടുത്തു വന്നവരാണ്, അതേപോലെ എല്ലാവരും എത്രയോ ജന്മങ്ങൾ എടുത്തു വന്നവരാണ്. അവരിൽ റെക്കോർഡഡ് ആയിട്ടുള്ളത് അവർ പറയുന്നു. അത് നമ്മൾ വിചാരിക്കും കുട്ടി പഠിച്ചെങ്കിലല്ലേ പറ്റുള്ളൂ, കുട്ടി പഠിക്കണ്ടേ. നമ്മൾ പക്ഷെ അസ്വസ്ഥമായ കുട്ടി പഠിക്കുമോ? ഇല്ല. അസ്വസ്ഥമായ കുട്ടി പഠിക്കില്ല എന്ന് മാത്രമല്ല, പഠിച്ചത് കൂടി മറന്നു പോകും. കാരണം നെഗറ്റീവ് എനർജിയാ കൊടുക്കുന്നേ. ആരിലെങ്കിലും നമ്മുടെ ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ അവരിലേക്ക് ശാന്തി പകരുക. ഒറ്റ കാര്യം ചെയ്താൽ മതി. നമ്മൾ ഡെയിലി ഒരു 10 മിനിറ്റ് നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഈ ഭൂഗോളത്തിന് വേണ്ടിയും ഒരു 10 മിനിറ്റ് നമ്മൾ മാറ്റിവെക്കും. ഒരേ ഒരു പോയിന്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരൊറ്റ പോയിന്റ് ഇതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എന്ത് കാര്യം നമ്മൾ ഇമോഷണലി ആവർത്തിച്ച് ചിന്തിക്കുന്നു അതുപോലെ മാനസികാവസ്ഥ വരും. നമ്മൾ ഇവിടെ ചിന്തിക്കാൻ എടുക്കുന്ന ഒരു കാര്യം, മെഡിറ്റേഷന് വേണ്ടി നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം, ഞാൻ ശാന്തി നിറഞ്ഞ ചൈതന്യമാകുന്നു. ഒരേ ഒരു വാചകം, ഞാൻ ശാന്തി നിറഞ്ഞ ചൈതന്യമാകുന്നു. ചെയ്യേണ്ട കാര്യം എത്രയേ ഉള്ളൂ, എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കുക. ഇത് കൂടുതലും രാവിലെ നേരത്തെ ചെയ്യുന്നതാണ് നല്ലത്. നമ്മുടെ സമയമനുസരിച്ച് നമ്മൾ കർമ്മക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് ചെയ്യുന്നതാണ് നല്ലത്. എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, അതിന് കിടന്നുകൊണ്ടും ചെയ്യാം. ഇന്ന പോസ്റ്റിൽ തന്നെ ഇരുന്ന് ചെയ്യണം, ഇന്ന ആസനത്തിൽ അങ്ങനെ ഒന്നുമില്ല. ഇത് മനസ്സിന്റെ കാര്യമാണ്, ഇനി ശരീരത്തിന്റെ കാര്യമല്ല. അതുകൊണ്ട് എത്രത്തോളം ഇത് നമ്മൾ ചെയ്യുന്നു, നമ്മൾ ജോലിയൊക്കെ ചെയ്യുമ്പോഴും ചെയ്യാം, ഭക്ഷണം കഴിക്കുമ്പം ചെയ്യാം, കുടിക്കുമ്പം ചെയ്യാം, കുളിക്കുമ്പം ചെയ്യാം, നടക്കുമ്പോൾ ചെയ്യാം, ബസ്സിലിരുന്ന് ചെയ്യാം, എപ്പോഴും ചെയ്യാം. ഒറ്റേ ഒരു കാര്യം, ഞാൻ ശാന്തി നിറഞ്ഞ ചൈതന്യമാകും. എത്രത്തോളം നമ്മളത് അംഗീകരിക്കാതെ വെറുതെ ജപം പോലെ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ദാദിങ്ങ എടുത്തോ ഓം നമഃ ശിവായ, ഇങ്ങനെ ചില നാമം ചൊല്ലുന്നത് അതല്ല. ഇത് ശ്രദ്ധ അതിലേക്ക് കൊടുക്കുക. ധ്യാനം എന്ന വാക്കിന്റെ അർത്ഥം ശ്രദ്ധ എന്നാണ്. ധ്യാനിക്കുക എന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക. നമ്മൾ നമ്മുടെ മനസ്സിനെ നമ്മൾ കുറച്ച് ഫ്രീ ടൈം കണ്ടെത്തി നമ്മൾ ഇരിക്കുക, നമ്മൾ ചിന്തിക്കുക, ഞാൻ ശാന്തി നിറഞ്ഞ ചൈതന്യമാകും. പക്ഷെ മനസ്സിൽ ഇത് ചിന്തിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് ഒരു പണി കൊടുക്കണം, ഇല്ലെങ്കിൽ ബുദ്ധിയുടെ വഴിക്ക് പോകും. അപ്പൊ കറുത്ത പൂച്ച എന്ന് ചിന്തിച്ച് പറയുമ്പോൾ, കറുത്ത പൂച്ചയെ കണ്ടില്ലേ നമ്മളെല്ലാവരും? ഇവിടെ എവിടെയെങ്കിലും കറുത്ത പൂച്ച ഉണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ കണ്ടത് എങ്ങനെ? നമ്മുടെ ബുദ്ധി കൊണ്ടാണ് കണ്ടത്. അകക്കണ്ണ് ബുദ്ധിയാണ്. എന്റെ വീടെന്ന് ചിന്തിച്ചാൽ എന്റെ വീട് കാണാൻ പറ്റും, ബുദ്ധി കൊണ്ടാ കാണുന്നത്. ഇതേപോലെ നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും രണ്ടുപേർക്കും ഒരുമിച്ച് ഈ പരിപാടി നമ്മൾ കൊടുക്കുക. ഇതിനെ ഏകാഗ്രത എന്ന് പറയണേ. മനസ്സും ബുദ്ധിയും ഒരുമിച്ചൊരു കർമ്മം ചെയ്യുക, അതാ ഏകാഗ്രത. മനസ്സൊന്നും ബുദ്ധിയൊന്നും. ഇപ്പൊ ചിലര് പറയും നാമം ചൊല്ലുമ്പോൾ പോലും ഏകാഗ്രതയില്ല. ഞാൻ ദേവിയെ കുറിച്ചിട്ട്